പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എല്ലാവർക്കും സുഖമാകണം. അതാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കണം. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, മഴ, വെള്ളപ്പൊക്കം, അനേക പേരുടെ ജീവിത സാഹചര്യങ്ങൾ താറുമാറായ ദിവസങ്ങളാണ്. ഞാനായിരിക്കുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കമൊന്നും ഇല്ലായിരുന്നു. മഴയുണ്ട്, പിന്നെ കറണ്ടില്ലാത്ത അവസ്ഥ. കറണ്ടില്ലാത്തതുകൊണ്ട് വെളുപ്പിനെ 4:30 മണിക്ക് നിങ്ങളുമായി ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ വെട്ടമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് വചനം പങ്കുവയ്ക്കാൻ സാധിക്കാതിരുന്ന. ഒപ്പം തന്നെ ജലദോഷവും ശബ്ദത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ്. പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടത് കർത്താവിൻ്റെ രൂപാന്തരീകരണ ദിവസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ തിരുനാളാണ്. രൂപാന്തരീകരണ തിരുനാളാണ്. വചനം, ഇന്ന് പഠിക്കുന്ന വചനം, ഓഗസ്റ്റ് മാസം 6-ാം തീയതി പഠിക്കുന്ന വചനം ദ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാടിൻ്റെ പുസ്തകം. യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിച്ച വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. 21-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 verse 5. അതിങ്ങനെയാണ് നമ്മോട് പറയുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നു, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ഞാൻ കടന്നു പോകുന്ന സാമ്പത്തിക ബാധ്യതകൾ വളരെ മോശമാണ്. എൻ്റെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം മോശമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അധികാരമുള്ളവനാണ് പറയുന്നത്, എൻ്റെ മേൽ, എൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ, ഓരോരുത്തരുടെയും, ഞാൻ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയുമാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ളവൻ പറയുകയാണ്, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. The book of Revelation chapter 21 verse 5. The one who was seated on the throne said, I am making all things new. The one who was seated on the throne said, I am making all things new. എല്ലാം പുതിയതാക്കാൻ, എല്ലാം നവീകരിക്കാൻ കഴിവുള്ള ദൈവമായ കർത്താവ്, സിംഹാസനസ്ഥനായിരിക്കുന്നവൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അധികാരമുള്ളവൻ പറയുകയാണ്, I am going to make all things new. എല്ലാം, I am making all things new. ഞാൻ എല്ലാം നവീകരിക്കാൻ പോകും. സകലവും, നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നവീകരിക്കാൻ കഴിവുള്ളവ. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ. ഈ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവെ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇതാ ഇവിടെ മാറ്റം വരുത്തുവാൻ അങ്ങേക്ക് സാധിക്കും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും വ്യക്തിപരമായിട്ട് എന്ത് സാഹചര്യമായിക്കോട്ടെ അവിടെ മാറ്റം വരുത്താൻ കർത്താവിന് സാധിക്കും. വിശ്വസിക്കുക ദൈവത്തിൽ. ദ ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടത് ദ ട്രസ്റ്റ്. ദൈവത്തിൽ ഒരു ദൈവാശ്രയത്വ ബോധം ഉണ്ടാവട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.